ഹായ് നമസ്കാരം. ഞാൻ അഭിലാഷ് നാരാണ്, ക്രിയേറ്റീവ് ആനിമേഷൻ കിഡ്സ് എന്റർടൈൻമെന്റിന്റെ ഫൗണ്ടറാണ്. നമ്മൾ ഇന്ന് വീഡിയോയിലേക്ക് വരാനുള്ള ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഒരു കാറിന്റെ ഒരു മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാം അത് വളരെ കൃത്യമായി ചെയ്തിട്ട് നിങ്ങളെ ഒരു ചെയ്തതിന്റെ ഒരു റെൻഡർ എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് റെൻഡർ എടുക്കുന്ന ക്ലാസ്സിൽ നമ്മൾ ടെക്സ്ചറിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞു തരും. അതൊന്നും യാതൊരു മാറ്റവും. അതൊക്കെ സിലബസ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഈസി ലേൺ 3D മലയാളത്തിൽ വളരെ കൃത്യമായി സിലബസ് ആയി പഠിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് യൂട്യൂബ് ചാനലിൽ കൂടി പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, വളരെ ബുദ്ധിമുട്ടാണ്, യൂട്യൂബ് ചാനലിൽ കൂടി നിങ്ങൾക്ക് ഇത് കണ്ടു നോക്കി നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാനുള്ള പ്രയാസം, ഒരു മെന്ററുടെ ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മളൊരു പെയ്ഡ് കോഴ്സും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം ആ പെയ്ഡ് കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ക്ലാസ് ആണ്. 2 months ക്ലാസ്സും ഒരു 1 month നമ്മൾ പോർട്ട്ഫോളിയോക്കുമായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇന്നലെ നമ്മൾ അത് കൊടുത്ത് അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് ഇന്നത്തേക്ക് ഈ ഒരു ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ 5 പിള്ളേർ മാത്രമേ നമ്മൾ ലിസ്റ്റ് എടുക്കുന്നുള്ളൂ. കാരണം നല്ല നോക്കി ചെയ്യാൻ പറ്റുന്ന രാത്രി ക്ലാസ്സുകളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ രാത്രി ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം പറഞ്ഞാൽ പകലെല്ലാം ഞാൻ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ രാത്രി കാലങ്ങളിലാണ് നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇടവേളകൾക്ക് ശേഷം ചില സമയത്ത് ഉച്ചക്കും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായി ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടോ. അതൊരു റിക്വസ്റ്റ് ആണ്. കാരണം എത്രയോ കുട്ടികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഈ ഒരു കോഴ്സ് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഓട്ടോഡെസ്കിന്റെ മായ എന്നുള്ള ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, സർട്ടിഫിക്കറ്റിലൊന്നും അല്ല കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത. അതായത് നിങ്ങൾ ചെയ്തിരിക്കുന്ന വർക്കുകളും നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾ എത്രമാത്രം പോകുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ജോലിയുടെ സാധ്യത കൂടുന്നതാണ്. നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് ഒന്നും ആരും കമ്പനികൾ ചോദിക്കുന്നില്ല. നിങ്ങൾ എവിടെ പഠിച്ചു എന്ന് ചോദിക്കും, മനസ്സിലായി? ഇനി അഥവാ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിന് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങൾ അതിന്റെ പോർട്ട്ഫോളിയോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും തരും കേട്ടോ. അതിനൊന്നും ഒരു പ്രശ്നമില്ല. നല്ല രീതിയിൽ ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ഒരു ടെസ്റ്റും കൂടി ഉണ്ട്. ആ ടെസ്റ്റും കൂടി അറ്റൻഡ് ചെയ്താൽ മാത്രമേ തരാൻ പറ്റൂ. കാരണം ഇങ്ങനെ ആരും സർട്ടിഫിക്കറ്റ് കൊടുക്കൂലല്ലോ. അപ്പൊ ഈസി ലേൺ 3D മലയാളത്തിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ പെയ്ഡ് കോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളിൽ 5 പേര് നമുക്ക് ഫുൾ ആയിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഈസി ലേൺ 3D മലയാളത്തിന്റെ പേര് പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യുക എന്നൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും കോൺടാക്ട് ചെയ്യില്ല കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ആരും വിളിച്ചിട്ട് നിങ്ങൾ നമ്മളെ കോഴ്സിൽ ചേരുന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഇത് ഒരു കോഴ്സിൽ ആരെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവർ ആ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ബിഗിനേഴ്സിന്റെ ഒരു കോഴ്സാണ്. ഇത് ഒരു എവിടെയെങ്കിലും പോയി പഠിച്ചിട്ട് വരുന്നവർക്ക് ഒരു കോഴ്സ് അല്ല കേട്ടോ. അങ്ങനെ പഠിച്ചിട്ട് വരുന്നവർക്ക് ഇത് പഠിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം പറഞ്ഞാൽ ഇതൊരു ബേസിക് കോഴ്സാണ് വരുന്നത്. പ്രൊഡക്ഷൻ ലെവലിലായിരിക്കും ഇതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ അത്തരം കോഴ്സുകൾ നിങ്ങൾ പുറത്തുനിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പോളിഷ് ചെയ്തിട്ട് നല്ല ഭംഗിയായി നിങ്ങൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇത് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ കാലങ്ങളോട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ, പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഏതാണോ അതിനെ വളരെ ക്ലിയറായി എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചെടുക്കണം. അതിന് നല്ല ക്ഷമ വേണം. ആ ക്ഷമയോടുകൂടി ക്ലാസ് നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ എന്തിനും ഏതിനും കാര്യമുള്ളൂ. അപ്പൊ ഈ പറയുന്ന ഞാൻ പോലും വളരെ കഷ്ടപ്പെട്ട് രാത്രിയും പകലും വർക്ക് ചെയ്തിട്ടാണ് മോഡലിംഗ് ഞാൻ പഠിച്ചത്. അപ്പൊ മോഡലിംഗ് പ്രാക്ടീസുകൾ ചെയ്തിട്ടില്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പൊ 10-13 വർഷം ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോ ചുരുക്കം പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കേട്ടോ. കുറെ പേര് ഇത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവരിലേക്ക് ഇതെത്തിക്കുക. അപ്പോൾ നന്ദി, നമസ്കാരം, താങ്ക് യു.